ഇതാരാ? ഇത് ലാത്ത്, ഇത് ഉസ്സ്, ഇത് മനാത്ത്. ലാത്ത, ഉസ്സ, മനാത്ത. ലാത്ത് എന്നാൽ ആരാ? ഗ്രീക്കുകാരുടെ അദീന ദേവി. ഉസ്സ എന്നാൽ ആരാ? ഗ്രീക്കുകാരുടെ അഫ്രോഡൈറ്റ്. മനാത്ത എന്നാൽ ആരാ? ഗ്രീക്കുകാരുടെ അനാക്കെ. ഇത് പിന്നീട് ഈ ഗ്രീക്ക് ദൈവങ്ങൾ പിന്നെ റോമൻ ദൈവങ്ങളായി. അപ്പോൾ പേര് മാറി. ഈ ദേവിമാരുടെ ഭർത്താവാണ് ആര്? സ്യൂസ്, കിങ് ഓഫ് ഗോഡ്സ്. അത് അറേബ്യയിലെത്തിയപ്പോൾ ബാൽ എന്ന് പറഞ്ഞു. എന്താ ബാൽ? ബാലിനെ വിളിച്ചാൽ ബാലിനാവും. ബാല് എന്താ അർത്ഥം? ഭർത്താവ്. ആരുടെ ഭർത്താവ്? ഭർത്താവ്. അതാരാ? സ്യൂസ്. ആരുടെ മകൻ? ക്രോണസിന്റെ മകൻ. അച്ഛനെ കൊന്ന 11 പിശാചുക്കളിലെ പ്രധാനപ്പെട്ട പിശാചാണ് ആര്? ക്രോണസ്. അപ്പൊ ക്രോണസിന് രേഖയിൽ 12 മക്കളുണ്ടായി. അതിൽ 11 മക്കളെയും ആര് കൊന്നു? കൊന്നു തിന്നു. ആര്? ക്രോണസ് തന്നെ. ഒരു കുട്ടിയെ, അവസാനത്തെ കുട്ടിയെ രേഖ മാറ്റി, പകരം കുറച്ച് സാധനങ്ങൾ കെട്ടി കൂട്ടിയിട്ട് നേരെ കൊണ്ടു കൊടുത്തു. അത് അങ്ങനെ തന്നെ വിഴുങ്ങി. ആര്? ക്രോണസ്. അങ്ങനെ ഒരു കുട്ടി രക്ഷപ്പെട്ടു. ആ കുട്ടി വളർന്ന് വില്ലാളി വീരനായി. ആ കുട്ടിയാണ് ആര്? സ്യൂസ്. നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് എവിടെയാണ്? നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് എവിടുന്ന് വിഗ്രഹങ്ങൾ വന്നു. അതിനാണ് ഞാൻ അംറു ബിൻ ലഹീനെ കൊണ്ടുവന്നത്. ഖുസാ ഗോത്രത്തിൻ്റെ ഒരു ഏകദേശം AD 400 വരുന്ന ഭരണാധികാരിയാണ് അംറു ബിൻ ലഹീ. അയാൾക്ക് രോഗം വന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? രോഗം വന്നപ്പോൾ അയാൾ നേരെ സിറിയയിലെ ലെവൻറ്റിലേക്ക് പോയി. ലെവൻറ്റ് ഞാൻ കാണിക്കാം. ഇതാണ് ഹിജാസ്, ഇതാണ് ഹിജാസ്. ഇത് മക്ക, ഇത് മദീന. ഇത് മക്ക, ഇത് മദീന. ഇതാണ് ഹിജാസ്. ഇത് യമൻ, ഇത് ഒമാൻ, ഇത് UAE. ഇത് മക്ക, ഇത് മദീന. ഈ മക്ക മദീന പ്രദേശങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലും അത് ഒരു AD 4-ാം നൂറ്റാണ്ട് വരെ അധിനിവേശങ്ങളിൽ നിന്ന്, സാംസ്കാരിക അധിനിവേശങ്ങളിൽ നിന്ന് മറ്റോ വളരെ പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. AD 4-ാം നൂറ്റാണ്ട് വരെ പിന്നെയും ശുദ്ധത അവിടെ നിലനിൽക്കുകയും ചെയ്തു. നമ്മൾ ഈ മക്കയെ പറ്റി പറയുന്ന പ്രഭാഷണങ്ങളൊക്കെ ചില പ്രഭാഷണങ്ങളൊക്കെ അതിവൈകാരികതകൾ നിറഞ്ഞ പ്രഭാഷണങ്ങളാണ്. ലോകത്ത് നന്മ നിലനിന്നിരുന്നൊരു നാട് ഏത് കാലത്തും മക്കയാണ്. പിന്നെ മക്കക്കാർ നശിച്ചു എന്ന് പറഞ്ഞാൽ മക്കക്കാരും നശിച്ചു എന്നതിൻ്റെ അർത്ഥം. മക്കക്കാരും നശിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നാശമില്ലാത്തൊരു ജനത ഉണ്ടാവില്ല. ലോകത്ത് അധിനിവേശങ്ങൾ നടക്കാത്ത നാടുകളിൽ ഒന്നാണ് മക്ക. ഉദാഹരണം പറയാം, ഈ ഏരിയയിലൂടെ ഏകദേശം പല തവണ അലക്സാണ്ടർ കടന്നുപോയിട്ടുണ്ട്. ഇതാണ് ഈജിപ്ത്, ഇത് അലക്സാണ്ട്രിയ. അലക്സാണ്ടർ നാമധേയത്തിൽ പിൽക്കാലഘട്ടത്തിൽ അലക്സാണ്ടറുടെ പിൻഗാമിയായ ടോളമി 1-ാമൻ സ്ഥാപിച്ചതാണ് എന്ത്? അലക്സാണ്ട്രിയ. ഇത് അലക്സാണ്ട്രിയ, ഇതാണ് അലക്സാണ്ട്രിയ, ഇത് അലക്സാണ്ട്രിയ, ഇത് മെഡിറ്ററേനിയൻ, ഇത് ചെങ്കടലിന് ഇവിടെ 2 കൈവഴികളുണ്ട്. ഇത് അഖബ ഉൾക്കടൽ, ഇത് സൂയസ് ഉൾക്കടൽ. സൂയസ് ഉൾക്കടലിൽ നിന്ന് 192 കിലോമീറ്റർ. ഇവിടെ 192 കിലോമീറ്റർ. ഒരു പേനതരി. സൂയസ് ഉൾക്കടലിൽ നിന്ന് 192 കിലോമീറ്ററാണ് എങ്ങോട്ട്? മെഡിറ്ററേനിയനിലേക്ക്. ഏറ്റവും കുറഞ്ഞ ഏരിയ. ആ ഏരിയയിലാണ് പിന്നീട് ഉണ്ടാക്കിയത്? AD 1859 മുതൽ AD 1869 വരെയുള്ള 10 വർഷം കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് വലിയ ഒരു തൊഴിലാളികളുടെ കഠിനാധ്വാനം കൊണ്ട് എന്തുണ്ടാക്കി? സൂയസ് കനാൽ ഉണ്ടാക്കിയത്. ഇസ്മായിൽ പാഷയുടെ കാലത്ത് 1859 മുതൽ AD 1869 വരെയുള്ള കാലഘട്ടത്തിൽ. ഇതാണത്, ഈ സൂയസ് കനാൽ. ഈ സൂയസിന് പേര് കളാൻ വരാനുള്ള കാരണം എന്താ? സ്യൂസ് ആണത്. സ്യൂസ് ആരാണ്? ഗ്രീക്കിലെ പ്രധാനപ്പെട്ട ദൈവം, കിങ് ഓഫ് ഗോഡ്സ്. മനുഷ്യർ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് 11 പിശാചുക്കൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് യൂറോപ്യരുടെ വിശ്വാസം. എന്ത്? മനുഷ്യർ ഭൂമിയിൽ വരുന്നതിന് മുമ്പ്, അത് ഏലിയൻ കൊണ്ടുവന്നിട്ടാലും വേണ്ടിയില്ല, ഇനി അതല്ല എന്ത് അവരുടെ വിശ്വാസം വരുന്നത്. അത് ചിലപ്പോൾ ഏലിയൻ കൊണ്ടുവന്നിട്ടതായിരിക്കാം, അല്ലെങ്കിൽ അത് കുരങ്ങ് പരിണമിച്ചതായിരിക്കാം. എന്തോ ആകട്ടെ,
മനുഷ്യന്റെ ഭൂമിയിലെ സാന്നിധ്യത്തിന് മുമ്പ് ഭൂമിയിൽ 11 പിശാചുക്കൾ ഉണ്ടായിരുന്നു. ആ 11 പിശാചുക്കളിൽപ്പെട്ട പ്രധാന പിശാചാണ് ക്രോണസ്. ക്രോണസിന്റെ മകനാണ് സ്യൂസ്. മനസ്സിലായില്ല? യൂറോപ്യൻ വിശ്വാസമാണ് ഈ പറയുന്നത്. സ്യൂസ് പിന്നെ അച്ഛനെ തന്നെ കൊന്നു. ആരെ? ക്രോണസിനെ കൊന്നു. ഭൂമിയിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടാകുന്നതിന് മുമ്പ്, ഭൂമിയിൽ മനുഷ്യ സാന്നിധ്യമേ ഉണ്ടാകുന്നതിൻ്റെയും മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന 11 പിശാചുക്കളിലെ പ്രധാനപ്പെട്ട പിശാചാണ് ആര്? ക്രോണസ്. ക്രോണസിന് 12 മക്കളുണ്ടായി. ക്രോണസിന്റെ ഭാര്യ രേഹാദേവിയാണ്. രേഹ ഓരോ പ്രസവം കഴിയുമ്പോഴും ക്രോണസിന് കുട്ടിയെ കൊടുക്കും. അങ്ങനെ തന്നെ കടിച്ചു മുറിച്ച് തിന്നും. ആര്? ക്രോണസ്. ക്രോണസിന്റെ 12 മക്കളിൽ 11 മക്കളെയും കൊന്നത് ഈ യൂറോപ്യൻ ദേവനായ, യൂറോപ്യൻ പിശാചായ മനുഷ്യ സാന്നിധ്യത്തിന് മുമ്പേ യൂറോപ്യൻ വിശ്വാസമാണ് ഈ പറയുന്നത് കേട്ടോ, അല്ലാതെ ഖുർആനിലും ഹദീസിലുള്ളതല്ല. യൂറോപ്യൻ വിശ്വാസമാണ് ഈ പറയുന്നത്. ഈ 11 പിശാചുക്കളിലെ പ്രധാനപ്പെട്ട പിശാചാണ് ആര്? ക്രോണസ്. അപ്പൊ ക്രോണസിന് രേഖയിൽ 12 മക്കളുണ്ടായി. അതിൽ 11 മക്കളെയും ആര് കൊന്നു? കൊന്നു തിന്നു. ആര്? ക്രോണസ് തന്നെ. ഒരു കുട്ടിയെ, അവസാനത്തെ കുട്ടിയെ രേഖ മാറ്റി, പകരം കുറച്ച് സാധനങ്ങൾ കെട്ടി കൂട്ടിയിട്ട് നേരെ കൊണ്ടു കൊടുത്തു. അത് അങ്ങനെ തന്നെ വിഴുങ്ങി. ആര്? ക്രോണസ്. അങ്ങനെ ഒരു കുട്ടി രക്ഷപ്പെട്ടു. ആ കുട്ടി വളർന്ന് വില്ലാളി വീരനായി. ആ കുട്ടിയാണ് ആര്? സ്യൂസ്. സ്യൂസ് വലുതായപ്പോൾ സ്യൂസ് ആരെ കൊന്നു? ക്രോണസിനെ കൊന്നു. അപ്പം പ്രധാനപ്പെട്ട ദൈവം തന്നെ അച്ഛനെ കൊന്ന ആളാണ്. പിന്നെ ജനങ്ങൾക്ക് നാട്ടുകാരെ കൊല്ലുന്നൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് മനസ്സിലായില്ല. ചില മിത്തുകളാണെങ്കിലും ആ മിത്തുകൾ ചില ഐഡിയോളജിയെ ധാർമ്മികവൽക്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മിത്തുകളായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, യെറുവേലിൻ്റെ മകളെ മോസസ് വ്യഭിചരിച്ചു കുട്ടിയുണ്ടാക്കിയ എന്നാണ് ജൂതമതവിശ്വാസം. യെറുവേലാണ് അഭയം കൊടുത്തത്. ആർക്ക്? നമ്മുടെ ചരിത്രത്തിലുള്ളത് ഷുഐബ് നബി അഭയം കൊടുത്തു എന്നാണ്. പക്ഷേ തെൽമൂദിൽ കാണുന്നത് അഭയം കൊടുത്തത് ആരാണ്? യെറുവേലാണ്. യെറുവേലിന് 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. കഥ എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇവിടെ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഇസ്ലാമിക ചരിത്രാംശത്തിലും അങ്ങനെ തന്നെയുള്ളത്. അതേ സമയത്ത് അത് ജൂത ചരിത്രത്തിലേക്ക് വരുമ്പോൾ യെറുവേൽ എന്നാണ്. പെൺകുട്ടികൾ 2 തന്നെ. അതിൽ മൂത്ത പെൺകുട്ടിയെ വ്യഭിചരിച്ചു. അതിൽ കുട്ടിയുണ്ടായി. അതാണ് അങ്ങനെയാണ് ജൂത സമൂഹം ആരെ പരിചയപ്പെടുന്നത്? മോസസിനെ. അപ്പോൾ വ്യഭിചരിക്കൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വ്യഭിചരിക്കൽ ഒരു പ്രശ്നമില്ലാത്ത ഒരു രാജ്യം ലോകത്തുണ്ടെങ്കിൽ ഇസ്രായേലാണ്. ഒരു പ്രശ്നമില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? കുട്ടികൾ പരമാവധി ഉണ്ടാവുക എന്നതാണ് രാഷ്ട്രത്തിന്റെ ആവശ്യം. അതെങ്ങനെയാവാം? എന്നാൽ വിധിവൈപരീത്യം എന്ന് പറയട്ടെ, ഏറ്റവും കുറഞ്ഞ പ്രസവിക്കുന്ന പെണ്ണുങ്ങൾ ഇസ്രായേലി പെണ്ണുങ്ങളാണ്. ഇതൊക്കെയാണ് വസ്തുത. അപ്പൊ എന്തുകൊണ്ടാണ് മോസസിനെ, സയ്യിദുനാ മൂസ, ഞാൻ മോസസ് തന്നെ അവിടെ ആവർത്തിക്കാൻ കാരണം എന്താ പറയുക? അവരുടെ ചരിത്രമാണ്. നമ്മളെ മൂസ നബി അങ്ങനെ ചെയ്യൂല. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അമ്പിയാക്കളാണ്, ഒരു സമയങ്ങളാണ്. ഒരു പെണ്ണിനെ നോക്കുക പോലുമില്ല. പെണ്ണ് ബാക്കിൽ, വാപ്പ വൃദ്ധനായതുകൊണ്ട് വാപ്പാടെ അടുത്തേക്ക് സഫൂറയാണ് കൊണ്ടുപോയത്. അപ്പോൾ സഫൂറയെ ബാക്കിൽ നിർത്തി. എന്തുകൊണ്ട്? ഒരു പെണ്ണിന്റെ പിൻഭാഗം കാണരുതെന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? പെണ്ണിന്റെ പിൻഭാഗം കാണുക എന്ന മോശത്തരത്തെ ഒഴിവാക്കാൻ വേണ്ടി പെണ്ണിനെ ബാക്കിൽ നിർത്തി. മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. പിന്നെ പെണ്ണിനോട് എന്ത് പറഞ്ഞു? ഞാൻ വഴി തിരിയേണ്ട ഭാഗത്ത് കല്ലെടുത്തിടുക, അങ്ങോട്ട് ഞാൻ തിരിയും. അങ്ങനെ കല്ലെടുത്ത ഭാഗത്തേക്ക് തിരിഞ്ഞാണ് അവിടെ എവിടെ എത്തിയത്? വീട്ടിലെത്തിയത്. അതുകൊണ്ടാണ് ഇന്ന മനിസ്തൽ ഖവിയുൽ അമീൻ എന്ന് പറഞ്ഞത്. വിശ്വസ്തനായ ആളാണ് ഇയാൾ. അതിശക്തനാണ്. ശക്തനാണ് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. 18 ആൾക്ക് പിടി എടുക്കാത്ത പാറക്കല്ല് ഒറ്റക്ക് എടുത്ത് മാറ്റി. അപ്പൊ കവിയാണ്. അമീൻ ആരുമാണ്? വിശ്വസ്തനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന മൂസാ നബി. അതാണ് ഒറിജിനൽ മൂസാ നബി. അതുകൊണ്ടാണ് ആ മഹാന്റെ പേര് ഖുർആൻ 136 വട്ടം പറഞ്ഞത്. അതേ സമയത്ത് ജൂത സമൂഹം പരിചയപ്പെടുത്തിയ മോസസ് ഈ മോസസ് അല്ല, മൂസാ നബി അല്ല. പകരം എന്താണ്? യെറുവേലിന്റെ മകളെ വ്യഭിചരിച്ചു, പള്ളയിലുണ്ടായി. എന്തുകൊണ്ട്?
അങ്ങനെ വന്നാൽ പിന്നെ ഇവിടെ വ്യഭിചാര വിഷയാവൂല നേതാവിനെതിരെ. ഒരു ഉസ്താദ് തെറ്റ് ചെയ്താൽ കുട്ടികൾ തെറ്റ് ചെയ്യുന്നതിന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ തന്നെ തമ്മിൽ എന്ത് പറയും? നമ്മൾ ഉസ്താദൊക്കെ ചെയ്യണല്ലേ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അവിടെ ഞാൻ ഇത് പറയാനുള്ള കാരണം, ക്രോണസ് എന്ന അച്ഛനെ ആര് കൊന്നു? സ്യൂസ്. ആ സ്യൂസ് പിന്നെ കടലും കടന്നു വന്നു ഇങ്ങോട്ട്. ഇതാണ് സിറിയ. ഇത് സിറിയ, ഇത് ജോർദാന്, ഇങ്ങോട്ട് ഈജിപ്ത്. ഇത് സിറിയാണ്, ഇത് ഇറാഖ്, മെസ്സോപ്പൊട്ടോമിയാണ് ഈ കാണുന്നത്. മെസ്സോപ്പൊട്ടോമിയ എന്നാൽ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇട. ഈ ഏരിയയിലേക്ക് നേരെ തന്നെ ഗ്രീക്ക് അധിനിവേശം നടന്നു. ഗ്രീക്ക് അധിനിവേശ കാലഘട്ടത്തിലെ ഒരുപാട് വിഗ്രഹങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും സിംബലുകൾ ഇന്നും അവിടെ ശേഷിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇതാണ് പെട്ര എന്ന് കേട്ടിട്ടില്ലേ? ലോകത്തെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണല്ലോ എന്ത്? പെട്ര. ഈ പെട്രയിലെ ഈ ആരാധനാലയങ്ങളും അവിടുത്തെ നിർമ്മിതികളും നടക്കുന്നത് പല കാലഘട്ടത്തിലും നടന്നിട്ടുണ്ടെങ്കിലും ഇന്ന് നാം കാണുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ റോമൻ ക്ഷേത്രങ്ങളാണ്. ഗ്രീക്ക് ക്ഷേത്രങ്ങളും പിന്നീട് റോമൻ ക്ഷേത്രങ്ങളുമാണ്. അതിന് ആ നാടിനെ ഇതാണ് പെട്ര. അതായത് ഹിജാസിന്റെ പരമാവധി വടക്ക്, ജോർദാന്റെ പരമാവധി തെക്ക്, ഇതാണ് ജോർദാൻ. ഇത് രണ്ടും കൂടി ചേർന്ന ഈ ഏരിയയാണ് എന്ത്? പെട്ര. ഒന്ന് കൂടെ വാ, മനസ്സിലായില്ലേ പറഞ്ഞത്? ഇത് ഹിജാസ് ആണ്. ഞാൻ ഹിജാസ് എന്ന് കരുതി കുട്ടി പറയാണ്, വേറെ പേര് പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതാണ് ഹിജാസ്. എങ്കിൽ തന്നെ ഹിജാസിന്റെ അതായത് അറേബ്യയുടെ വടക്ക് ഭാഗം, ലാസ്റ്റ് വടക്ക് ഭാഗം, ആ ലാസ്റ്റ് വടക്ക് ഭാഗം ജോർദാന്റെ തെക്ക് ഭാഗം. ഈ ജോർദാനും ഇതൊക്കെ പിന്നീട് ഉണ്ടായതാണ്. ഞാൻ പറഞ്ഞല്ലേ, മാർക്ക് സൈക്കസ് വെട്ടിയതാണ് ഇതൊക്കെ. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ മാർക്ക് സൈക്കസ് വെട്ടിയതാണ് ഇന്ന് ഈ കാണുന്ന രാജ്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇത്ര ഇതൊക്കെ നോക്കി നിങ്ങൾ ചില വെട്ടൊക്കെ വെട്ടിച്ചത്. എന്താ ഭൂപടം? ഇതൊക്കെ ഒരു വെട്ടാണ്, ഇതൊക്കെ വെട്ടാണ്. ഒരു രാജ്യം എങ്ങനെ വെട്ടുക? ഒരു രാജ്യം സ്വയം അങ്ങനെ ഉണ്ടാവുക? അതപ്പോൾ കൃത്യമായി എവിടെയോ വെച്ച് ഡ്രോയിങ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിറ്റിയതാണ്. ഇതിപ്പോൾ രാജ്യമാണ്, ഇതൊക്കെ രാജ്യങ്ങളാണ്. ഇത് രാജ്യത്തിൻ്റെ കോലങ്ങൾ നോക്കി കൃത്യമായി വെട്ടിയതാണ്, സ്കെയിൽ വെച്ചാണ്. അതാരാ ചെയ്തത്? ബ്രിട്ടീഷുകാർ നേതൃത്വം നൽകിയ ആളാണ്. ആര്? മാർക്ക് സൈക്കസ്. അയാൾ പിന്നെ സ്പാനിഷ് ഫ്ലൂയിൽ മരിച്ചുപോയി. അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കണം. സോറി, സ്പാനിഷ് ഫ്ലൂയിൽ മരിച്ചോ എന്ന് എനിക്ക് ഓർമ്മ, ഞാൻ വേറെ ആരോ ഓർമ്മയിൽ നിർത്തി പറഞ്ഞതാണ്. ഏതായാലും ഇത് ഈ കാണുന്നതൊക്കെ അവരൊക്കെ വെട്ടിയതാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ. ഫ്ലാഗ്സ് മൊത്തം മാർക്ക് സൈക്കസ് എന്ന ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. അപ്പൊ ഈ കാണുന്ന അതായത് ഇതിന്റെ വടക്കേ അറ്റം ജോർദാന്റെ, അറേബ്യയുടെ വടക്കേറ്റം ജോർദാന്റെ തെക്കേറ്റം, ഈ ഏരിയയാണ് പെട്ര. ഈ പെട്രയുടെ ചരിത്രം ഞാനൊരു BC 4-ാം നൂറ്റാണ്ട് മുതൽ പറയാം. BC 4-ാം നൂറ്റാണ്ട് മുതൽ അതിനെ ആരടിമപ്പെടുത്തി? അലക്സാണ്ടർ അടിമപ്പെടുത്തി. അലക്സാണ്ടർ മരണശേഷം പിന്നീട് 4 പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളായി മാറിയത്. അതിൽ ഒരു സാമ്രാജ്യമാണ് ആന്റിഗോണസിന്റെ സാമ്രാജ്യം. ആന്റിഗോണസ് എന്നാൽ അലക്സാണ്ടർ സൈന്യാധിപനായിരുന്നു. പ്രധാനപ്പെട്ട സൈന്യാധിപന്മാരിൽ ഒരാളാണ് ആന്റിഗോണസ്. ആന്റിഗോണസിന്റെ കാലഘട്ടം BC 382, BC 301. BC 382 ജനിച്ചു, BC 301 മരിച്ചു പോയ ആളാണ് ആന്റിഗോണസ്. അതായത് അതിൻ്റെ ഉള്ളിലാണ് അലക്സാണ്ടർ വരെ വരുന്നത്. അലക്സാണ്ടർ BC 356 ജനിച്ചിട്ട് BC 323 ആര് ഭരിക്കുന്നത്? അലക്സാണ്ടർ കാലഘട്ടം BC 356 BC 323 ഇടയിലാണ്. അതേസമയത്ത് ആന്റിഗോണസിന്റെ കാലഘട്ടം BC 382 ജനിച്ച് BC 301 മരിച്ചു. ഈ ആന്റിഗോണസ് എന്ത് ചെയ്തു? തൻ്റെ സാമ്രാജ്യത്തിലേക്ക് ഈ ഏരിയയെ ചേർത്തു. അറേബ്യയുടെ വടക്ക് ഭാഗം, ജോർദാന്റെ, അന്ന് അറേബ്യ എന്നും പറയില്ല, പിന്നെന്തും പറയില്ല, ജോർദാൻ എന്നൊന്നും പറയില്ല, ആ ഭൂവിഭാഗം ഹിജാസിന്റെ മേൽഭാഗം അടിമപ്പെടുത്തി. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഈ സാധനങ്ങൾ അവിടെ കൊണ്ടുപോയിട്ടു. ഇതവിടെ നേരത്തെ വന്നു. ഇതാരാ? ഇതാണ് ആര്? നമ്മളെ ലാത്ത്. ഇതാണ് ഉസ്സ, ഇതാണ് മനാത്ത്. ഇത് ഗ്രീക്ക് ദേവികളാണ്.
ഇത് ആദ്യമായി അറേബ്യയിൽ ഈ ബിംബങ്ങൾ ആദ്യമായി വരുന്ന സ്ഥലം ഇവിടെയാണ്, പെട്ര ഏരിയ. അവിടെ അന്ന് വസിച്ചിരുന്ന നബാത്തിയൻസ് ആണ്. ആരാണ് ഈ നബാത്തിയൻസ്? നബാത്തിയൻസ് എന്നാൽ സയ്യിദ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൂത്ത മകനാണ് നബായോത്ത്. നബായോത്തിന്റെ മക്കളാണ് ആര്? നബാത്തിയൻസ്. അപ്പോൾ ഇസ്മായിലൈറ്റ്സ് ആണ്. 12 മക്കളുണ്ട് ഇസ്മായിലിന് അലൈഹിസ്സലാം. എന്റെ കൂടെ വരണം. ഇവരൊക്കെ എന്താണ്? ഇസ്മായിലൈറ്റ്സ് ആണ്. ഉദാഹരണം പറയാം, ശബരിമലയിലേക്ക് കയറുന്നിടത്ത് വാവലുണ്ടല്ലോ, വാവൽ ഇസ്മായിലൈറ്റ്സിൽപ്പെട്ട ആളാണെന്നാണ് പ്രധാനപ്പെട്ട ചരിത്രം. അഹ്ലുൽ ബൈത്ത് ആയിരുന്നില്ല, പക്ഷെ ആരാണ്? ഇസ്മായിലൈറ്റ്സ് ആണ്. അതായത് ഇതിൽ കേദാർ എന്നൊരാളുണ്ട്, അയാൾ വഴിയാണ് ഹബീബ നബിയുടെ പരമ്പര. 12 കുട്ടികളിൽ മൂത്ത മകനാണ് ആര്? നബായോത്ത്. നബായോത്ത് വഴിയല്ല അഹ്ലുൽ ബൈത്ത് വരുന്നത്, അഹ്ലുൽ ബൈത്ത് കേദാർ വഴിയാണ്. മൂത്ത മകനാണ് നബായോത്ത്. ഈ നബായോത്തിന്റെ ജനത, അതായത് ഇവരൊക്കെ ആരെന്നെയാണ്? ഇസ്മായിലൈറ്റ്സ്. ഇവർ ശുദ്ധമനസ്കരായി ജീവിക്കായിരുന്നു. ഹുനഫാക്കൾ എന്ന് പറഞ്ഞാൽ സത്യമതത്തിൽ ജീവിക്കുക, ധർമ്മനിഷ്ഠരായി ജീവിക്കുക. ആ ഹുനഫാക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആന്റിഗോണസിന്റെ, മനസ്സിലായില്ലേ, പട ഇവരെ അടിമപ്പെടുത്തി അലക്സാണ്ടർക്ക് ശേഷം. അങ്ങനെ ആന്റിഗോണസിന്റെ സാമ്രാജ്യത്തിൽ ഇവർ പെട്ടു. ആര്? പെട്രക്കാർ. അങ്ങനെ ഈ വിഗ്രഹങ്ങൾ അവിടെ വന്നു. സ്യൂസ് അടക്കം. സ്യൂസ് ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ പറയാം. ഇതാരാ? ഇത് ലാത്ത്, ഇത് ഉസ്സ്, ഇത് മനാത്ത്. ലാത്ത, ഉസ്സ, മനാത്ത. ലാത്ത് എന്നാൽ ആരാ? ഗ്രീക്കുകാരുടെ അദീന ദേവി. ഉസ്സ എന്നാൽ ആരാ? ഗ്രീക്കുകാരുടെ അഫ്രോഡൈറ്റ്. മനാത്ത എന്നാൽ ആരാ? ഗ്രീക്കുകാരുടെ അനാക്കെ. ഇത് പിന്നീട് ഈ ഗ്രീക്ക് ദൈവങ്ങൾ പിന്നെ റോമൻ ദൈവങ്ങളായി. അപ്പോൾ പേര് മാറി. അഥീന എന്ന മക്കയിലെത്തിയപ്പോൾ ഇത് ലാത്തയായി. ലാത്ത അഥീനയാണ്. എവിടെ? ഗ്രീക്കിൽ അഥീനയാണ്. അതേസമയത്ത് റോമയിലെത്തിയപ്പോൾ അത് വീനസായി, മിനർവയായി. മിനർവ ദേവി. റോമക്കാർ മിനർവ ദേവി എന്ന് പറയും, ഗ്രീക്കുകാരോ അഥീന ദേവി എന്നും പറയും. അത് മക്കയിലെത്തിയപ്പോൾ എന്തായി? ഇങ്ങോട്ട് നോക്കി. ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചില്ല, പിന്നെ എന്താ മനസ്സിലായില്ലേ? ഇത് നമ്മുടെ അടിസ്ഥാനമാണ്. അപ്പോൾ അറേബ്യ നശിപ്പിച്ച ജനത ആരാണ്? യൂറോപ്യൻസ്, അല്ലാതെ ആര്? മനസ്സിലായി? ഒന്നുകൂടി പഠിക്കുക. അതായത് നമ്മുടെ തിരുദൂതർ പുസ്തകത്തിന്റെ 112, 110 ശേഷം നോക്കുക. വളരെ വിശദമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കൽ നിർബന്ധമാണ്. ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പാഠപുസ്തകങ്ങളായി തന്നെ, പാഠപുസ്തകമായി നമ്മളെ കുട്ടികൾ പഠിപ്പിക്കണം. നിർബന്ധമായും ഇത് പാഠപുസ്തകമാക്കണം. കാരണം നമ്മെ സംബന്ധിച്ച് അടിസ്ഥാന വിവരമാണ് ഈ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇത് ഗ്രീക്കുകാരുടെ അഥീന ദേവി, റോമക്കാർക്കാര് മിനർവ, ഇത് ഉസ്സയാണ്, ഇത് ലാത്ത, ഇത് ഉസ്സ. ഇതൊക്കെ ഈ പെണ്ണുങ്ങൾക്കൊന്നും ഗ്രീക്കിൽ തുണിയില്ല. മക്കയിലെത്തിയപ്പോൾ എന്ത് വന്നു? മക്കയിലും തുണിയൊന്നും ഒഴിവാക്കൂല. ഒന്നും ഗ്രീക്കിലൊക്കെ തുണിയില്ല. ഡേവിഡിനില്ല. മൈക്കലാഞ്ചലോ AD 16 നൂറ്റാണ്ടിൽ. എന്താ അതിൻ്റെ അപ്പുറം പറയണത്? ആരാ വരപ്പിച്ച് നിങ്ങൾ പറഞ്ഞാൽ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്. ആരാണ് ഈ നഗ്നനായ കിങ് ഡേവിഡ് എന്ന് പറഞ്ഞാൽ ആരാ? നബിയല്ലേ, ഒരു പ്രൊഫറ്റല്ലേ, വിശുദ്ധനായ രാജാവാണെങ്കിൽ പോലും ഒരു വിശുദ്ധനായ രാജാവായിട്ടാണ് ക്രിസ്ത്യാനിറ്റി അതിനെ പരിചയപ്പെടുത്തുന്നത്. ആ മഹാന്റെ നൈക്കഡ് വളരെ നഗ്ന പ്രതിമ ഉണ്ടാക്കി ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? മൈക്കലാഞ്ചലോ. മൈക്കലാഞ്ചലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച നിരീശ്വരവാദി അല്ല, കൃത്യമായി പള്ളി പോയിരുന്ന ആളാണ്. പിന്നെ ഒരു പള്ളി പോയ ആൾക്ക് എങ്ങനെ കിങ് ഡേവിഡ് അങ്ങനെ ചെയ്യാൻ കഴിയാം? അത് അദ്ദേഹത്തിന് മതമനസ്സല്ല, യൂറോപ്യൻ മനസ്സാണ്. അപ്പോഴത്തിന് യൂറോപ്യൻ മനസ്സ് മതമനസ്സിനെ ജയിച്ചു. ആ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയും ചെയ്തു. മനസ്സിലായില്ലേ? ഇതൊക്കെ വളരെ നൈക്കഡായത് യൂറോപ്പിലുണ്ട്, ഇപ്പോഴും. ഇതാണ് ലാത്ത്, ഇത് ഉസ്സ. ഇതൊക്കെ അതിസുന്ദരിമാരാണ്. ഇതൊക്കെ അതിസുന്ദരിമാരായ ദേവികൾ. ആരാ ഉസ്സ? ആരാ? ഗ്രീക്കുകാരുടെ അഫ്രോഡൈറ്റ്. അതേ സമയത്ത്
റോമക്കാർക്ക് വീനസ്. ഇതാരാ? ഇത് അനാക്കെ, അതായത് ഇതാരാ? മനാത്ത്. ഇത് മനാത്ത ദേവിയാണ്. ഗ്രീക്കുകാർക്ക് ആര്? അനാക്കെ. റോമക്കാർക്കോ നെസസിറ്റാസ്. ഇനി മനസ്സിലായ പറഞ്ഞു, ഈ ദേവിമാരുടെ ഭർത്താവാണ് ആര്? സ്യൂസ്, കിങ് ഓഫ് ഗോഡ്സ്. അത് അറേബ്യയിലെത്തിയപ്പോൾ ബാൽ എന്ന് പറഞ്ഞു. എന്താ ബാൽ? ബാൽ ബാൽ വലിക്കടോ ബാലിനെ. ഒരു എന്താ പറയാ, ഒരു പ്ലാസ്റ്റിക് വലിക്കുന്ന ഒരുത്തനെ കാണാറുണ്ട് ഇടക്കിടക്ക്. പിന്നെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ? ടാർപോളിൻ വലിക്കുന്ന ഒരുത്തനെ കാണാറുണ്ട്. ബാലിനെ വലിക്കടോ. ബാലിനെ വലിച്ചാൽ ബാലിനാവും. ബാലിറ എന്താ അർത്ഥം? ഭർത്താവ്. ആരുടെ ഭർത്താവ്? ഭർത്താവ്. അതാരാ? സ്യൂസ്. ആരുടെ മകൻ? ക്രോണസിന്റെ മകൻ. അച്ഛനെ കൊന്ന സ്യൂസിന്റെ മകനാണ് അപ്പോളോ. സ്യൂസിന്റെ മകനാണ് റോമൻ ദൈവമായ അപ്പോളോ. അപ്പോളോന് 20 ഭാര്യമാരാണ്, മുഴുവനും ആൺകുട്ടികളാണ്. തിരിഞ്ഞില്ല. മനസ്സിലായില്ല? ക്രോണസിന്റെ മകൻ സ്യൂസ്. സ്യൂസിന്റെ മകനാണ് ആര്? അപ്പോളോ. അപ്പോളോന് 20 ഭാര്യമാരാണ്, 20 ബാല്യക്കാരി കുട്ടികളാണ്. അപ്പോൾ സ്വർഗരതി എന്നത് യൂറോപ്പിന്റെ പൊതു മനസ്സാണ്, ദൈവത്തിൽ കിടക്കുന്നതാണത്, ദൈവികാണ്. ആണിൽ സുഖം കണ്ടെത്തുക എന്നത് എവിടുത്തെ മനസ്സാണ്? അങ്ങനെയുള്ളവര് പൗരസ്ത്യ രാജ്യങ്ങളിൽ ഉണ്ടായിക്കൂടെ? ഉണ്ടാകും. പക്ഷെ അങ്ങനെ ദൈവമില്ല. പലർക്കും ഇവിടെ ദൈവങ്ങൾ ഉണ്ടാക്കിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സ്വർഗ സംഭോഗിയായ ദൈവം എവിടെ ഇല്ല? പറയ കുട്ടി, ഒരു സ്വർഗ സംഭോഗിയായ ദൈവം എവിടെ ഇല്ല? പൗരസ്ത്യ രാജ്യങ്ങളിലില്ല. ഇതിന്റെ അപ്പുറം പറഞ്ഞാൽ അതിന് മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇതിന്റെ അപ്പുറം പറയണ്ട്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 90% ഞാൻ പറയില്ല, പറയൂല. 90% ഉൾക്കൊള്ളാൻ സമൂഹത്തിന് കഴിയില്ല. നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു പൊല്ലാപ്പുണ്ടായ നിങ്ങൾ പറയും, നിങ്ങൾക്ക് പറഞ്ഞൂടെ, പറയാതിരുന്നൂടെ എന്ന് ഉസ്താദേന്ന്. അങ്ങനത്തെ സാധനമില്ല. അതെ 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 അതെ, കറക്റ്റ് കറക്റ്റ്. അതായത് ആണിനെ പ്രാപിക്കുക എന്നൊരു സ്വഭാവം ആ കാലഘട്ടത്തിൽ പരക്കല്ല. രഹസ്യമായി ഏത് കാലത്തും നടക്കും. ഒരു സാഹിത്യകാരൻ അമേരിക്കയിൽ ഇത് കാണാൻ വേണ്ടി 25 കൊല്ലം മുമ്പ് പോയ ചരിത്ര മാഷ് പറഞ്ഞു. അതായത് ആണിനെ തോളിൽ കൈയിട്ടിട്ട് തൻ്റെ ലൈംഗിക പൂരണത്തിന് വീണ് ആണിനെ കൊണ്ടിറക്കുക, പെണ്ണിനെ കൊണ്ടിറക്കുക. ഇന്ന് യൂറോപ്യൻ വിദ്യാഭ്യാസം കയറി വന്നു. അപ്പൊ പടച്ചോമാരൊക്കെ പോയി ഇതൊക്കെ കയറി വന്നു. 2 ആഴ്ച മുമ്പ് ഒരാൾ ഞങ്ങളോട് ഞാൻ പറഞ്ഞു, 2-3 ആഴ്ച മുമ്പ് ഒരാളിനോട് ഒരു കല്യാണം അന്വേഷണം, ഒരു പെണ്ണ് വേണ്ടിയിരുന്നു, നമുക്ക് നല്ല ദീനുള്ള പെണ്ണുണ്ടെങ്കിൽ ഉസ്താദ്, ഇവിടെ വരുന്ന കുടുംബങ്ങളിൽ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ ഉസ്താദ് പറയണം. ഇനി അത്യാവശ്യം മധ്യവയസ്കളോ ഇനി പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്ത ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളൊക്കെ ആയാലും മതിയാവും എന്ന് വന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ, പിന്നെ അയാൾക്ക് 2 കുട്ടികൾ. അപ്പോൾ ഭാര്യ എന്താ മരിച്ചോ? ഇല്ല, മരിച്ചൊന്നുമില്ല, ഓള് പോയി. വേറെ ആളൊപ്പം പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ കൊണ്ടുപോയ ചങ്ങാതി ഹിന്ദുവാണോ പിന്നെ മുസ്ലിമാണോ ആരാണ്? സ്വാഭാവികം ചോദിച്ചു നോക്കുമല്ലോ. അപ്പോൾ പറഞ്ഞു, ചങ്ങാതിയാണെങ്കിൽ തിരക്കില്ലെങ്കിൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഇത് ചങ്ങാഴ്ചയാണ് ഉണ്ടായത്. ചങ്ങാഴ്ച കൊണ്ടുപോയി. യൂണിവേഴ്സിറ്റിയിൽ മാഷിൻ്റെ കൂടെ പഠിച്ച ജൂനിയറായി പഠിച്ച ഒരാൾ യൂണിവേഴ്സിറ്റിയിൽ പരസ്യമായി പറഞ്ഞു, ഞാൻ ഗേ ആണ്, എനിക്ക് ആ പെണ്ണിനോട് താല്പര്യമല്ല, ആണിനോട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് സ്വഭാവം. അപ്പോൾ ഈ നബാത്യൻസിൻ്റെ ഇടയിലേക്ക് ആൻറ്റിഗോണസ് കൊണ്ടുവന്നു ഈ ദേവിമാരെ. മനസ്സിലായില്ല? ലാത്ത്, ഉസ്സ്, മനാത്ത്. ഇതാദ്യമായി വടക്കൻ അറേബ്യയിലേക്ക് വരുന്നത്. പക്ഷെ വടക്കൻ അറേബ്യയിൽ വന്നെങ്കിലും മക്കയിലേക്ക് അതിൻ്റെ അത് AD 1-2 നൂറ്റാണ്ട് ആയപ്പോഴത്തിന് അവരെ പിന്നെ റോമക്കാർ അധീനപ്പെടുത്തി. തിരിഞ്ഞില്ല. അതായത് ആദ്യ കാലഘട്ടത്തിൽ ഈ പെട്ര ഏരിയ ആരുടെ കയ്യിലായിരുന്നു? ഗ്രീക്കരുടെ കയ്യിലായിരുന്നു. BC 4-ാം നൂറ്റാണ്ട് മുതൽ AD 1-ാം നൂറ്റാണ്ടായപ്പോഴത്തിന് ആര് കയറി?
റോമക്കാർ കയറി. ഒരു നിലക്ക് നോക്കിയാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിൽ പറയാം. ആദ്യം പരുവപ്പെടുത്തി കൊടുക്കും ഗ്രീക്കുകാർ, പിന്നെ വിളയും ആര്? റോമക്കാർ. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ജെറൂസലേം വരെ അങ്ങനെയാണ്. ജെറൂസലേമിൽ ആദ്യകാലത്ത് ഭരിച്ചിരുന്നത് ഗ്രീക്കുകാരാണ്, അലക്സാണ്ടർ കാലത്ത്. പിന്നെ റോമക്കാർ വന്നു. അപ്പൊ ഇങ്ങനെ പാകപ്പെടുത്തി കൊടുക്കുക ചെയ്യുക. ഈ ദേവിമാരും അവരുടെ പ്രധാന ദൈവമാണ് ആര്? അതായത് ഞാൻ ഈ ബാല് പറഞ്ഞോടെ അത് പറഞ്ഞേ. ബാലെന്നാൽ ബഅല്, ബാലെന്നാൽ ബഅല്, ബഅല് ബഅല് എന്ന് പറഞ്ഞാൽ ഭർത്താവ്, ഭർത്താവായ ദൈവം. ആരുടെ? ഈ സുന്ദരിമാരായ ദേവിമാരുടെ ഭർത്താവാണ് ആര്? സ്യൂസ്. ഭർത്താവായി യൂറോപ്പിൽ തന്നെ അംഗീകൃതമാണ്. അപ്പോൾ പിന്നെ സ്യൂസ് എന്നൊന്നും അറബികൾ പറഞ്ഞില്ല. അറബികൾ പിന്നെ പെർഷ്യക്കാരും എന്ത് പറഞ്ഞു? ഭർത്താവ്. ഭർത്താവിനെ അവർ പറയുന്ന ഭാഷ ഏതാണ്? ഇതേ വാക്ക് ബാൽ വിഗ്രഹങ്ങളെ തേടിപ്പോകുന്ന ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയ അനവധി വരികൾ ബൈബിളിലുണ്ട്. ബാൽ വിഗ്രഹങ്ങളെ തേടിപ്പോകുന്നവരെ കുറ്റപ്പെടുത്തുന്ന അനവധി വരികൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിശദമായി ഇവിടെ വായിക്കുന്നില്ല, സൗകര്യപ്പെട്ട നാളെ വായിക്കാം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അനവധി വരികൾ ബൈബിളിലുണ്ട്. ബാൽ വിഗ്രഹം ഖുർആനിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഖുർആനിലുണ്ട് ഇതേ പരാമർശങ്ങൾ. അപ്പൊ ഈ സാധനങ്ങൾ നേരെ ജ്യൂസ് അടക്കം, ജ്യൂസിന്റെ നാളെ കാണിക്കാം, ഇത് നേരെ ഇങ്ങോട്ട് കയറി വന്നു. അടിസ്ഥാനപരമായി പെട്രയിലേക്ക്. അറേബ്യയിൽ ആദ്യം പെട്ര, പക്ഷെ പെട്രക്കാണ് അന്ന് മക്കയിലേക്ക് കാര്യമായ സ്വാധീനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് വല്ലാതെയൊന്നും ഈ സാധനം എങ്ങോട്ട് വന്നില്ല. മാത്രമല്ല മക്കെന്ന് പ്രൊട്ടക്ട് ചെയ്യ മക്കയിൽ ഹുനഫാക്കൾ ഉണ്ട്. ഹുനഫാക്കൾ എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യമതത്തനുസരിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ അതിനൊരു മാറ്റം വരുന്നത് AD 4-ാം നൂറ്റാണ്ടിലാണ്. ഇതാണ് മക്ക. AD 4-ാം നൂറ്റാണ്ടിൽ മക്ക ഭരിച്ചിരുന്ന പിന്നെ രാജാവായിരുന്നു ആര്? അംറു ബിൻ ലഹി. അയാൾക്ക് രോഗം വന്നപ്പോൾ അയാൾ നേരെ സിറിയയിലേക്ക് പോയി. ഇതാണ് സിറിയയിൽ ലെവന്റ്. ഇതാണ് സിറിയയിൽ ലെവന്റ്. ഇതാണ് സിറിയയിലെ ലെവന്റ്. ഇത് സിറിയ, ഇത് മെസോപ്പൊട്ടമിയ, ഇറാഖ്, മെസോപ്പൊട്ടമിയ. ഇങ്ങോട്ട് പോയി ചികിത്സ അന്വേഷിച്ചു പോയി. അപ്പോൾ അവിടെയുള്ള റോമൻ ജ്യോത്സ്യന്മാർ അയാളോട് എന്തു പറഞ്ഞു? നിങ്ങൾ അദീനാദേവിക്കും അഫ്രോഡൈറ്റിനും അനാക്കയ്ക്കും ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ രോഗം മാറും പറഞ്ഞു, സ്യൂസിനും. അപ്പോൾ അയാൾ ആരാധിച്ച് പ്രാർത്ഥിച്ചു, രോഗം മാറി. അതിന്റെ കാര്യം ഞാൻ നേരെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പരീക്ഷണമായിരിക്കും. നേരെ ഞാൻ മക്കത്ത് പോയിട്ട് വരെ കുട്ടിണ്ടാകാതെ ശിർക്ക് ചെയ്തപ്പോൾ കുട്ടിണ്ടായ സംഭവം ഞങ്ങൾ പറഞ്ഞല്ലോ. അത് വളരെ പരീക്ഷണമാണ്. കാരണം മനുഷ്യൻ എന്താണ് ആവശ്യം എന്ന പഠിച്ചോ നോക്കുക. പഠിച്ചോനെ വേണ്ട മങ്കാനത്ത് ഹിജറത്തു ഇലാ ദുനിയാ യുസൈബുഹാ അവ ഇംറാത്തിൻ യൻകിഹുഹാ മങ്കാനത്ത് ഹിജറത്തു ഇലല്ലാഹി വറസൂലിഹി ഫഹിജറത്തു ഇലല്ലാഹി വറസൂലിഹി. ഒരാൾ അല്ലാഹുവിലേക്ക് റസൂലിലേക്ക് ഹിജറ വന്നാലേ ഹിജറയാകുള്ളൂ എന്ന് മനസ്സെങ്ങനെയെന്നാണ് കുല്ലു യുബഅസൂന അലാ നിയ്യാതിഹിം. ഓരോരുത്തരും അന്ത്യനാളിൽ അവരുടെ നിയ്യത്തിനനുസരിച്ചായിരിക്കും പുനരുത്ഥാന നാളിൽ വരിക എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇയാൾ നേരെ ഇങ്ങോട്ട്. ഇതാണ് പാൽമിറ. പാൽമിറ എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂറോപ്യൻ ദൈവം അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇന്നും കാണാം. പാൽമിറന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇതിൽ 115 12 ഒന്ന് എടുത്തു നോക്ക്. 115 12 ഇവിടെ ഉണ്ടാവും. 112ന്റെയും 15ന്റെയും ഇടയിലുണ്ടാവും. പാൽമിറയുടെ ഒരു ഇന്നത്തെ ചിത്രം. പാൽമിറയുടെ ഇന്നത്തെ ചിത്രം ഇതാ പെട്ര കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പെട്ര കൊടുത്ത് 114. ആദ്യം ഗ്രീക്കുകാർ ഈ ദേവിമാരെയും സ്യൂസിനെയും ആദ്യം കയറ്റിയത് ഈ ഭാഗത്താണ്. പിന്നീട് റോമക്കാർ ഇതിനെ കൊണ്ടുവന്നു. ഇതാണ് പാൽമിറ. പാൽമിറ എന്ന വലിയ ആരാധന സമുച്ചയമാണ്. മനസ്സിലായില്ലേ? പറഞ്ഞ് ചിന്തിക്കും. ലബനാനിലെ ഒരു പ്രദേശമാണ് ബാലബക്ക്. ലബനാനിലെ ഒരു പ്രദേശമാണ് എന്ത്? ബാലബക്ക്. എന്താ അതിനർത്ഥം? ബായലിന്റെ നാട്. ബായലിന് വേണ്ടി വലിയ ക്ഷേത്രം ഉണ്ടാക്കി. പിന്നെ ആ നാട് ആ ക്ഷേത്രത്തിന് വേണ്ടി അറിയപ്പെട്ടു. എന്തൊക്കെ ആയിട്ട് എന്താ നിങ്ങൾ ചിന്തിക്കാഞ്ഞേ? ബാലബക്ക് പറഞ്ഞ ഭർത്താവിന്റെ ക്ഷേത്രം നിൽക്കുന്ന നാട്. ആരുടെ ഭർത്താവ്? അദീന ദേവിയുടെയും അഫ്രോഡൈറ്റിന്റെയും പിന്നെ അനാക്കയുടെയും ഭർത്താവ്. ആരാ ഭർത്താവ്? സ്യൂസ്. ഇയാളെ നേരെ മനസ്സിലായില്ലേ? ഈ സാധനങ്ങളെ 115-ാമത്തെ പേജിൽ പാൽമിറയുടെ അടയാളം കാണാം. ഇതാണ് ഈ ഏരിയയിലെ പാൽമിറ. പാൽമിറ. അദീനാദേവി അവിടെ എത്തിയപ്പോൾ ലാത്തയായി, അഫ്രോഡൈറ്റ് അവിടെ എത്തിയപ്പോൾ ഉസ്സയായി, അനാക്ക അവിടെ എത്തിയപ്പോൾ മനാത്തായി. ഈ ദേവിമാരുടെ ഭർത്താവാണ് ആര്? ഇവിടെ എല്ലാം അത് ബാലായി. മക്കാരാകുമ്പോൾ ഒന്നും കൂടിയാണ് കയറ്റി കൊടുത്തു. പ്രധാനപ്പെട്ട ദൈവമായിരുന്നു. അപ്പോൾ
ദൈവനാമ സൂചനാനാമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനാനാമമാണ് ഏത്? ഹു, ഹ, ഹി, ഹു, ഹൈ. നമ്മൾ മുഹൈദ്ദീൻ റാത്തീബിലൊക്കെ ഉണ്ടല്ലോ, എന്ത് അവിടെ സ്യൂസ് അല്ല, അവിടെ ഹു. ആര്? അല്ലാഹ്. ഇതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്, അന്തം വേണമെന്നേ ഉള്ളൂ. എനിക്ക് അള്ളാനെ കിട്ടണമെന്നേ ഉള്ളൂ. എനിക്ക് തിരുവനന്തപുരത്തേക്ക് 10 ആളെ പറഞ്ഞിട്ട് പിറ്റേന്ന് അവിടേക്ക് വണ്ടി കയറുന്ന വെച്ചാൽ മനസ്സിലാവില്ല. ഈ ഡൽഹിക്ക് 4 ആളെ പറഞ്ഞിട്ട് അവിടെ പോയി കോട്ടേഴ്സിൽ കിടന്നുറങ്ങണം എന്ന് വിചാരിച്ചാൽ ഇത് മനസ്സിലാവില്ല. എനിക്ക് പടച്ചോനെ മനസ്സിലാക്കണം, പടച്ചോന്റെ ദീൻ നശിപ്പിച്ചാൽ ആരാണ് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് പഠിച്ച എളുപ്പമുണ്ട്. കാരണം ബാൽ വിഗ്രഹങ്ങളെ കുറിച്ച് ബൈബിളിലുണ്ട്. ബാലിനെ ശരിക്കും ഏതാ ഈ ബാല്? എന്താണ് ഈ ബാല്? ഇനി വേഗം മനസ്സിലാക്കിയാലും മതിയാലും. ബാലിൽ ഒന്നും വലിച്ചാൽ എന്തായി? അതിന് പുറത്തിട്ടൊന്നു ബാല്. ഇനി മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. സ്യൂസിന് വേണ്ടി പിൽക്കാലഘട്ടത്തിൽ പിന്നെ സ്ഥാപിക്കപ്പെട്ട ഷാമിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാനപ്പെട്ട ക്ഷേത്രം എവിടെയാണ്? ലെബനാനിലാണ്. ആ ക്ഷേത്രത്തിന്റെ ഏരിയക്കന്റെ പേരെന്താ? ബഅലബക്ക്. ബക്ക്, പാക്ക് ഇതൊക്കെ സ്ഥലം എന്നർത്ഥം. താഴ്വര പ്രദേശം, സ്ഥലം. ബക്ക് എന്നും പറയും, പാക്ക് എന്നും പറയും. ഇപ്പോ സയ്യിദ് സൽമാൻ ഫാരിസി, സൽമാൻ ബാക്ക് അറിയില്ലേ? ആ സൽമാൻ, ഞാൻ പോയിട്ടുണ്ട് അവിടെ, പലവട്ടം പോയിട്ടുണ്ട്. അതായത് ബഗ്ദാദിൽ നിന്ന് 90 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാൽ അവിടെ സ്ഥലമുണ്ട് സൽമാൻ പാക്ക്. നമ്മൾ പോയിട്ടുണ്ട്, നമ്മൾ കൂടെയല്ലേ പോയത്. സൽമാൻ പാക്ക് ഇതാണ് ബഅലബക്ക്. ബഅലബക്ക് പറഞ്ഞാൽ ആരുടെ നാട്? ബഅലിന്റെ പ്രദേശം. ബഅലിനെ കുടിയിരുത്തി ആരാ? ബഅല്, സ്യൂസ്. ഈ സാധനം പിന്നീട് അംർ ഇബ്നു ലഹി വഴി അംർ ഇബ്നു ലഹി ലോകം മാറി. അപ്പൊ ഈ ജ്യോത്സ്യന്മാരോട് ഇത് ഇന്ത്യ നാട്ടിൽ നിന്നാ, ബാക്കിയുള്ളവർ ലോകം മാറ്റാലോ. അപ്പൊ മക്കയിലേക്ക് ഈ വിഗ്രഹങ്ങളെ ഗുണമുദ്ദേശിച്ചു കൊണ്ടുവന്നു. വഴിവേക്കൽ തന്നെ മാത്രമല്ല, അതിന് വലിയ നേട്ടങ്ങളുണ്ടാവും. പിന്നെ അതിന്റെ അധികാരികൾ ആയി ആര്? അംർ ഇബ്നു ലഹി. ഇതിന്റെ വരുമാനത്തിലെ പ്രധാനം ആർക്കായി? അംർ ഇബ്നു ലഹി ആയി. അങ്ങനെയാവുമല്ലോ, പ്രധാനപ്പെട്ട വരുമാനം അംർ ഇബ്നു ലഹി ആയി. അംർ ഇബ്നു ലഹി ആണ് ഈ സാധനത്തെ കൊണ്ടുവരുന്നത്. മക്കയിലെത്തിയപ്പോൾ ബാലിന് അവരെന്ത് ചെയ്തു? ബാലിനൊരു ഹൂവും കൂടി കൊടുത്തു. ഇവിടെ എന്ത് പറഞ്ഞു? ഹുബാല്. ക്ലിയറായി. ഹു ബാൽ, ഹു ബാൽ, ഹു ബാൽ, ഹു ബാൽ. ഇതെന്തായി? ഹുബാൽ. ഹു എന്താ? ദൈവനാമങ്ങളിലെ സൂചനാനാമങ്ങളിലെ എക്കാലത്തും അറബിയിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ദൈവസൂചനാ നാമമാണ് എന്ത്? ഹു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു. ഇല്ലാഹു, അവനല്ലാതെ ഇലാഹുമില്ല, അവൻ അല്ലാഹു. മനസ്സിലായില്ലേ? ഇതൊക്കെ എളുപ്പം മനസ്സിലാക്കാം ഈ സാധനം. പിന്നെ എന്താ ഇത്? ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല, നേരത്തെ തന്നെ ഈ സാധനം പെട്രോയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ മക്കയിലേക്ക് അവർക്ക് സ്വാധീനമില്ല. മക്കയിൽ ആരാണ്? ഹുനാഫാക്കളാ ജീവിക്കുന്നത്. അവരെ കൂട്ടത്തിൽ ബനൂ ഖുസൈ കബീലക്കാരായിരുന്നു ഖുസൈന്റെ കാലം വരെ മക്ക ഭരിച്ചിരുന്നത്. അതായത് റസൂലുള്ളാഹിയുടെ ബാപ്പ ആര്? അബ്ദുള്ള എന്നവര്. അവരുടെ ബാപ്പ അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ. റസൂലുള്ളാഹിയുടെ ബാപ്പ അബ്ദുള്ള, അവരുടെ ബാപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ ബാപ്പ ഹാഷിം, അവരുടെ ബാപ്പ അബ്ദു മനാഫ്, അവരുടെ ബാപ്പ ഖുസൈ. അപ്പൊ ഹബീബ റസൂലുള്ളാഹിന്റെ 4ാമത്തെ വല്ലിപ്പ. 1ാം വല്ലിപ്പ ആര്? 1ാം വല്ലിപ്പ അബ്ദുൽ മുത്തലിബ്. അതിന്റെ മുള്ള വല്ലിപ്പ ഹാഷിം, അതിന്റെ മുള്ള വല്ലിപ്പ അബ്ദു മനാഫ്, വല്ലിപ്പ ഖുസൈ. ഖുസൈന്റെ കാലം വരെയും മക്ക ഭരിച്ചിരുന്ന ബനൂ ഖുസാ കബീലക്കാരാണ്. ആ ബനൂ ഖുസാ കബീലക്കാരിൽ AD 4ാം നൂറ്റാണ്ടിന്റെയും 5ാം നൂറ്റാണ്ടിന്റെയും ആ ഒരു അറൗണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചു പോയ ഒരു പ്രമാണിയായ മക്കയിലെ ഒരു അധിപതിയായിരുന്നു ആര്? അംർ ഇബ്നു ലഹി. ഇയാളാണ് ചികിത്സ തേടി എവിടെ പോയത്? ലെവന്റിലേക്ക് പോയത്, സിറിയയുടെ ലെവന്റിലേക്ക് പോയത്. രോഗം മാറി, ദേവിമാരെയും സൂസിനെയും കൊണ്ടുവന്നു, വൃത്യരെ വെച്ച് എത്തിച്ചു. എങ്ങോട്ട്? മക്കയിലേക്ക്. മക്ക നഗരം കിടക്കാൻ മക്കക്കാർ സമ്മതിച്ചില്ല. ദിവസങ്ങളോളം പ്രശ്നങ്ങളുണ്ടായി, അടിയും പിടിയും പല പ്രശ്നങ്ങളുണ്ടായി. അവസാനം ചില ആളുകൾ സൗകര്യം ചെയ്തു കൊടുത്തു. ഇയാളാകട്ടെ വലിയ പണക്കാരനാണ്, മനുഷ്യനെന്നും ആവശ്യമുള്ള സാധനമാണല്ലോ എന്ത്? പൈസ. അങ്ങനെ കൊടുത്തു. പിന്നെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ ഒരാൾ അംഗീകരിച്ചു, അവിടെ കിടന്നോട്ടെ, നമുക്ക് ഉണ്ടണ്ട.
എല്ലാവരും എന്ത് തോന്നിയാസ നാട്ടിൽ നടക്കുകയാണെങ്കിലും എന്ത് നാട് നശിപ്പിക്കണം നടന്നാലും എന്താ പറയുക, മൂപ്പരായതുകൊണ്ട് നമുക്ക് ഉണ്ടണ്ട. മൂപ്പരല്ലേ, വലിയ ആളല്ലേ, ഔലിയല്ലേ, തങ്ങളല്ലേ, വാപ്പയല്ലേ, മൗലിയരല്ലേ, ഇതൊക്കെ പറയാം. ഇവരോടൊക്കെ പറയേണ്ട സമയത്ത് കാര്യങ്ങൾ പറഞ്ഞു. ഇവരാരും പഠിച്ചോനല്ലല്ലോ, ഇവരൊക്കെ വിവരമില്ലാത്ത മനുഷ്യന്മാരല്ലേ, നമ്മളെ പോലെ തന്നെ. നമുക്കും വിവരമില്ല, ഒരു വിവരമില്ല. ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. തങ്ങളെയും ഒരു മൗലിയും കണക്കാക്കണ്ട, അള്ളാഹിന്റെ റസൂലിനെയും കണക്കാക്കോ. അതിനവിടെ നിയമം തന്നെ, ആ നിയമം കത്തിച്ചിരിക്കണം. അപ്പൊ ഇങ്ങനെയാണ് കയറ്റി. പിന്നെ ആളുകൾ ഇത് പലരും ഇവിടെ വന്നു ഇതിനെ ആരാധിക്കാൻ. അവരൊക്കെ മക്കയിൽ ചെലവും കാര്യമൊക്കെ ആയപ്പോൾ മക്കയിൽ തീർത്ഥാടകരെ അധികരിച്ചു. കഅബയിലാണ് വെച്ചതോടുകൂടെ കഅബക്ക് പന്നത്തെക്കാൾ കൂടുതൽ തീർത്ഥാടകർ. അപ്പ അംർ ബിൻ ലഹയിന്റെ ആളുകൾ എന്ത് പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്, നമുക്ക് നേട്ടല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഒരു കൊട്ടയിൽ ഏറ്റവും മാത്രമുള്ള ദേവികമാരെയാണ് എവിടുന്ന് കൊണ്ടുവന്നത്? സിറിയെന്ന് കൊണ്ടുവന്ന്, ലെവന്റിന്ന് കൊണ്ടുവന്നത്. പിന്നെ ഇതിന്റെ മാർഗത്തിൽ ഓരോരുത്തരും ഗോത്രക്കാരെ ഉണ്ടാക്കി മണ്ണും കുഴച്ച്. എന്നിട്ട് പിന്നെ അംർ ബിൻ ലഹയിനെ പോലെ കാണും, നമ്മളതൊന്ന് വെച്ചോട്ടെ, ആ വെച്ചോളൂ. റസൂൽ വരുമ്പോ ആദ്യമായി വരുന്നത് ലാത്തി, ഈ ഗ്രീക്ക് ദൈവങ്ങളാ. പിന്നെ ഈ ഗ്രീക്ക് ദൈവങ്ങളുടെ മോഡലുകൾ വന്നു. ഓരോ ഗ്രോത്തങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് കാണിക്ക കൊടുത്തിട്ട് കയറ്റി വെക്കും. അള്ളാന്റെ ഹബീബ് വരുമ്പോൾ 360 ദൈവങ്ങളാണ് എവിടെ ഉള്ളത്? കഅബാലയത്തിനുള്ളിൽ. ആരാ ചതിച്ചത്? യൂറോപ്പ്. അപ്പൊ അബൂജഹൽ ആരാ? യൂറോപ്പിന്റെ ആള്. ഉത്ബത്ത് ആരാ? യൂറോപ്പിന്റെ ആള്. ഒരു വിഷയമല്ല. അതുകൊണ്ടല്ലോ ഖുർആൻ ഒരു വട്ടം പോലും അബൂജഹലിന്റെ പേര് പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട്? അയാളെ പേര് ഇവിടെ വിഷയം തന്നെയല്ല. വിഷയം അയാൾ കൊണ്ടുവന്ന ഐഡിയോളജിയാണ്. അയാളിൽ കയറി വന്നൊരു ഐഡിയോളജി. ആ ഐഡിയോളജിയെക്കെതിരെ സമരം ചെയ്ത മരിച്ച ആദ്യത്തെ ഷഹീദിന്റെ പേര് പറഞ്ഞു. അന്തണ്ട് ചോദിച്ചോ? യൂറോപ്പിനെതിരെയുള്ള ആദ്യത്തെ രക്തസാക്ഷിയാരാ? സയ്യിദ് ബിൻ ഹാരിസ. ആ മനുഷ്യന്റെ പേര് ഖുർആനിലുണ്ട്. സിദ്ദീഖുൽ അക്ബറിന്റെ പേരില്ല. സിദ്ദീഖിന് അക്ബറിനെ റസൂലുള്ളാഹിന്റെ ഫോട്ടോ സ്റ്റാറ്റല്ലേ, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. സെയ്ദിന്റെ പേര് പറയണം. സെയ്ദ് എന്താ? ലോകത്തെ ഏറ്റവും വലിയ അക്രമികൾക്കെതിരെയുള്ള ആദ്യത്തെ രക്തസാക്ഷിയാണ്. ആര്? 16 കോടി ഇന്ത്യക്കാരെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയ ഒരു സമൂഹത്തിന്റെ, ആ സമൂഹത്തിനെതിരെ ലോകത്തെ കിഴക്കൻ നാടുകളിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര്? സെയ്ദ്. അതുകൊണ്ട് സെയ്ദിന്റെ പേര് പറഞ്ഞു. അബൂജഹലിന്റെ പേര് പറഞ്ഞേനല്ലോ ഖുർആൻ. എന്തുകൊണ്ട്? അയാളെ പേര് പ്രശ്നമല്ല. അയാൾ അതിന് ചട്ടം കിട്ടിയത് യൂറോപ്പാണ്. അവരെ പ്രശ്നം. നമ്മളെ വയറ് മുഴുവൻ അബൂജഹലിനെതിരായി. മഹേശ്വരൻ അങ്ങനെ അബൂജഹൽ നമ്മളെ കണ്ടിട്ട് നമ്മൾ യൂറോപ്പിനെ തോള് പിടിച്ചിട്ടാണ് ലഅനത്തുല്ലാഹി എന്ന് പറയുന്നത്. മഹേശ്വരൻ നമ്മളെ അബൂജഹൽ കണ്ട എന്ത് പറയും? ജഗത്ര പൽപ്പണ്ടല്ലോ, ഞാൻ യൂറോപ്പിനെ കുറച്ചേനെ പിടിച്ചു, അപ്പോഴത്തിന് എന്നെ കൊന്നിട്ടുണ്ട്. ഇജ്ജും എന്റെ വാപ്പിയും വല്യാപ്പിയും ഒക്കെ യൂറോപ്പിന്റെ ആളുകളല്ലേ. അതന്നെ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ അബൂജഹലിന്റെ പേര് ഒരു വട്ടം ഖുർആൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ട്? അയാളല്ല പ്രസക്തൻ. പിന്നെന്താണ്? അയാൾ അതിലേക്ക് ചട്ടം കെട്ടി പ്രസന്റ് ചെയ്ത ഒരു സംസ്കാരമുണ്ട്. അയാൾ പോയതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കൂല. അയാളെ പോയ ഉടനെ ഹബീബ റസൂൽ കൈയെടുത്തു പ്രശ്നം തീർന്നിട്ടോ നമ്മൾ കുഴപ്പമില്ല പറഞ്ഞോ? ഇല്ല, പ്രശ്നം തീരൂല. കാരണം പ്രശ്നക്കാരാരാണ്? യൂറോപ്യൻസ് ആണ്. അവരെ പുറത്താക്കണം, അവരെ സംസ്കാരത്തെ പുറത്താക്കണം. അതിനാ റഹ്മത്തുൽ ആലമീൻ വന്നത്. അല്ലാതെ ഒരു 3.5-4 ഫൂട്ടുള്ള അബൂജഹലിനോട് പിടുത്തം കൂടാൻ വേണ്ടി വന്നു നിങ്ങളെ നബി ഇറങ്ങക്ക് നാണല്ലേ മനുഷ്യന്മാരടി പറയാൻ? വളരെ കുറ്റകരമായ അനാസ്ഥ പണ്ഡിതന്മാർ. പണ്ഡിതന്മാർ പഠിച്ചില്ല.